ഹരികൃഷ്ണ. ഭഗവാന്റെ ഓരോ അവതാരത്തിനും ഓരോ ഉദ്ദേശമുണ്ട്. മത്സ്യമായി അവതരിച്ചതിന് പിന്നിലും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. പ്രപഞ്ച സൃഷ്ടിക്കുള്ള മൂലഗ്രന്ഥമായി ബ്രഹ്മാവ് കരുതിവച്ചിരുന്ന വേദങ്ങൾ, ആ വേദങ്ങൾ ഒരിക്കൽ മോഷ്ടിക്കപ്പെട്ടുവത്രേ. ഹയഗ്രീവൻ എന്ന അസുര രാജാവായിരുന്നു ബ്രഹ്മാവിൻ്റെ കൈകളിൽ നിന്നും വേദരഹസ്യങ്ങൾ അപഹരിച്ചു കടന്നു കളഞ്ഞത്. ആ ഹയഗ്രീവനെ കൊന്ന് വേദങ്ങൾ വീണ്ടെടുക്കാനായിട്ടാണ് ഭഗവാൻ മത്സ്യമായി അവതരിച്ചത്. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടതുപോലെ ഭൃഗു മഹർഷിയുടെ ശാപവും ബ്രഹ്മാവിൻ്റെ അസത്യവും ഒക്കെ അവതാരങ്ങൾക്ക് വഴിയൊരുക്കി. ഇതെല്ലാം കേട്ട് വിസ്മയിച്ചു നിൽക്കുന്ന പരീക്ഷിത് മഹാരാജാവിനോട് ശുകബ്രഹ്മർഷി പറഞ്ഞു, രാജാവേ, ഇനി പറയുന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കഥ. ലോകം മുഴുവൻ മഹാപ്രളയത്തിൽ മുങ്ങിയപ്പോൾ ഒരു കുഞ്ഞു മത്സ്യമായി വന്ന് ഭഗവാൻ വിഷ്ണു എങ്ങനെയാണ് ജീവൻ്റെ വിത്തുകളെ സംരക്ഷിച്ചത് എന്ന് കേട്ടാലും. ഒരിക്കൽ ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിൻ്റെ പക്കൽ നിന്നും വേദങ്ങൾ മോഷ്ടിച്ചതുകൊണ്ടാണല്ലോ ഭഗവാന് മത്സ്യാവതാരം എടുക്കേണ്ടി വന്നത്. അതായത് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം കഴിഞ്ഞ് ഉറങ്ങുന്ന സമയം നോക്കി ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിൻ്റെ നാവിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ചെടുത്തു. പ്രപഞ്ചത്തിൻ്റെ അറിവായ വേദങ്ങളുമായി ഹയഗ്രീവൻ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ഒളിച്ചു. പ്രപഞ്ചത്തിൻ്റെ താളം നിലച്ചതോടെ ദേവകളും മുനികളും അങ്കലാപ്പിലായി. അവർ കൂട്ടമായി മഹാവിഷ്ണുവിൻ്റെ തിരുമുമ്പിലെത്തി. എന്നാൽ ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു. ഭഗവാനെ യോഗനിദ്രയിൽ നിന്നുണർത്തി വിവരം ധരിപ്പിക്കുവാൻ ബ്രഹ്മാവും ശിവനും അവരെ ഉപദേശിച്ചു. കുറേ സമയത്തെ പ്രാർത്ഥനയുടെ ഫലമായി വിഷ്ണു ഭഗവാൻ തൻ്റെ യോഗനിദ്ര വിട്ടുണർന്നു. വേദങ്ങൾ ഹയഗ്രീവൻ മോഷ്ടിച്ചു കൊണ്ടുപോയ കഥ കേട്ട് ഭഗവാൻ മത്സ്യമായി അവതരിച്ച് ലോകരക്ഷ നടത്തുമെന്ന് അരുളി ചെയ്തു. ഗുരുവായൂരപ്പ ഭഗവാനെ, അങ്ങ് മത്സ്യശരീരം സ്വീകരിച്ച് ദേവകളെയും വേദങ്ങളെയും രക്ഷിച്ചു. എങ്ങനെയെന്നല്ലേ? വിഷ്ണു ഭഗവാന്റെ പ്രിയ ഭക്തനായിരുന്നു സത്യവ്രതൻ എന്ന രാജാവ്. ഒരിക്കൽ സൂര്യൻ അസ്തമിക്കാറായപ്പോൾ രാജാവ് നദിയിൽ തർപ്പണം ചെയ്യാൻ ഇറങ്ങി. കൈകൊണ്ട് ജലം കോരിയെടുത്ത് കൈക്കുടന്നയിൽ എന്തോ മിന്നിത്തിളങ്ങുന്നു. എന്താണത്? സൂക്ഷിച്ചു നോക്കി. മത്സ്യക്കുഞ്ഞാണല്ലോ. പെട്ടെന്ന് അതിനെ വെള്ളത്തിൽ തന്നെ വിട്ടു. പാവം കുട്ടി മത്സ്യം. അതിന് ഭയമാണ്. ജലജന്തുക്കൾ അതിനെ ഉപദ്രവിക്കുന്നു. തന്നിൽ കരുണ കാണിക്കാൻ മത്സ്യക്കുഞ്ഞ് രാജാവിനോട് അപേക്ഷിച്ചു. തനിക്ക് ജീവിക്കാൻ കൊതി തോന്നുന്നു. തന്നെ രക്ഷിക്കാൻ രാജാവിനെ സാധിക്കൂ. കാരുണ്യവാനായ രാജാവ് ആ മത്സ്യക്കുഞ്ഞിന് സംരക്ഷണം നൽകാൻ തീരുമാനിച്ചു. അദ്ദേഹം ആ മത്സ്യത്തെ തൻ്റെ കമണ്ടലുവിൽ ഇട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാജാവ് മത്സ്യത്തെ കണ്ട് ഞെട്ടിപ്പോയി. ആ മത്സ്യം കമണ്ടലുവിൽ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം അതിനെ ഒരു കുടത്തിനകത്താക്കി. പെട്ടെന്ന് മത്സ്യം അതിലും ഒതുങ്ങാതായി. മത്സ്യം വളർന്നുകൊണ്ടേയിരിക്കുന്നു. മത്സ്യത്തെ യഥാക്രമം കിണറ്റിലും കുളത്തിലും തടാകത്തിലും നിക്ഷേപിച്ചു. അത്ഭുതം തന്നെ. എവിടെ കിടന്നാലും ആ ദിവ്യ മത്സ്യം വളർന്നു വലുതാകുന്നു. മത്സ്യം എവിടെയും ഒതുങ്ങാതായി. ഇനി എന്തു ചെയ്യും? മത്സ്യത്തെ കടലിൽ വിടുകയേ നിവൃത്തിയുള്ളൂ. ഉടനെ തന്നെ സത്യവ്രത രാജാവ് കൽപ്പിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഈ പ്രിയപ്പെട്ട മത്സ്യത്തെ ഇനി സമുദ്രത്തിലേക്ക് മാറ്റുക. അവിടെ കിടന്ന് യഥേഷ്ടം വളർന്നു വലുതാവട്ടെ. അല്ലാതെ മറ്റൊരു പോംവഴി ഞാൻ കാണുന്നില്ല. രാജാവിൻ്റെ കൽപ്പന കേട്ട മാത്രയിൽ ആ മത്സ്യം അല്പം തലയുയർത്തി രാജാവിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ സ്നേഹനിധിയും ധർമ്മപ്രിയനുമായ സത്യവ്രത രാജാവേ, ഇത്രയും കാലം അങ്ങ് എന്നെ വലിയ വാത്സല്യത്തോടെ വളർത്തി. അതിന് ഞാൻ നന്ദിയുള്ളവനാണ്. പക്ഷേ ഇപ്പോൾ എന്നെ കടലിലേക്ക് മാറ്റിയാൽ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? ക്രൂര ജന്തുക്കളുള്ള കടലിൽ എന്നെ എന്തിനാണ് കൊണ്ടുചെന്നിടുന്നത്? ദയവായി അങ്ങനെ ചെയ്യരുത്. മത്സ്യം സംസാരിക്കുകയോ? രാജാവിനും കൂട്ടർക്കും അത്ഭുതമായി. തീർച്ചയായും ഇത് സാധാരണ മത്സ്യമല്ല. ഏതോ ദിവ്യശക്തിയുടെ മത്സ്യരൂപമാണിത്. പക്ഷേ എങ്ങനെയാണ് തിരിച്ചറിയുക? രാജാവും കൂട്ടരും വിഷമിച്ചു. വിഷ്ണു ഭക്തനായ മഹാരാജാവ് വിഷ്ണുദേവനെ മനസ്സിൽ ധ്യാനിച്ച് അപേക്ഷിച്ചു, ദയാവത്സലനായ ഭഗവാനെ, അങ്ങ് എന്തിനാണ് അങ്ങയുടെ പരമഭക്തനായ ഈ ദാസനെ ഇത്തരത്തിൽ വിഷമിപ്പിക്കുന്നത്? ഞാൻ വല്ലാത്ത ഒരു വിഷമത്തിൽ അകപ്പെട്ടിരിക്കുന്നു. എന്നെ ദയവായി രക്ഷിച്ചാലും.
എൻ്റെ വിഷമത്തിന് ഒരു പരിഹാരം നിർദ്ദേശിച്ചാലും. അപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ പ്രവൃത്തി ദിവസം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇനി ബ്രഹ്മാവിന് ഉറങ്ങാനുള്ള കാലമാണ്. അതുകൊണ്ട് ഇന്നു തൊട്ട് 7 നാൾ മുതൽ 3 ലോകവും പ്രളയത്തിൽ മുങ്ങിപ്പോകും. അവിടെ നിന്നാണ് ബ്രഹ്മാവിൻ്റെ രാത്രികൾ ആരംഭിക്കുന്നത്. വിഷ്ണുദേവൻ്റെ വാക്കുകൾക്കൊപ്പം തിരയിളകുന്ന ശബ്ദം കേൾക്കുന്നു. പതുക്കെ സത്യവ്രത മഹാരാജാവിൻ്റെ മുന്നിൽ അഗാധ നീലിമയാർന്ന സമുദ്രം ഉയർന്നു വരാൻ തുടങ്ങി. സമുദ്രമധ്യത്തിൽ ശംഖുചക്ര ഗദാധാരിയായ വിഷ്ണുദേവൻ്റെ രൂപം തെളിഞ്ഞു. ആർത്തിലച്ചിരുന്ന സമുദ്രം ശാന്തമായി. ഇതൊക്കെ കണ്ട് ഭീതി പൂണ്ട സത്യവ്രതൻ കൈകൾ കൂപ്പി വിഷ്ണുദേവനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഭയപ്പെടേണ്ടതില്ല. ബ്രഹ്മാവിൻ്റെ രാത്രികൾ ആരംഭിക്കുന്ന കാര്യം ഞാൻ അറിയിച്ചല്ലോ. അതിനിടെ അങ്ങ് ഒരു കാര്യം ചെയ്യുക. ലോകത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഔഷധച്ചെടികളുടെയും വിത്തുകൾ ശേഖരിച്ചു വെക്കുക. വേദങ്ങൾ തട്ടിയെടുത്ത് സമുദ്രത്തിനുള്ളിൽ ഒളിച്ചു കഴിയുന്ന ഹയഗ്രീവനിൽ നിന്ന് വേദങ്ങൾ കൈക്കലാക്കി വരുമ്പോഴേക്കും അങ്ങ് സകല വിത്തുകളും ശേഖരിക്കണം. ഇത്രയും പറഞ്ഞ് വിഷ്ണുദേവൻ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് അപ്രത്യക്ഷനായി. സത്യവ്രത മഹാരാജാവിന് എല്ലാം ഒരു മായ പോലെ, സ്വപ്നം പോലെ തോന്നി. എങ്കിലും ഭഗവാൻ കൽപ്പിച്ച പോലെ എല്ലാം അനുസരിച്ച് കാത്തിരുന്നു. പെട്ടെന്നാണ് പ്രകാശമാനമായ അന്തരീക്ഷം മൂടിക്കെട്ടിയത്. കാർമേഘം ഉരുണ്ടുകൂടി, കാറ്റ് ആഞ്ഞു വീശി, ഒപ്പം മഴയും. തുള്ളിക്കൊരുകുടം എന്ന കണക്കെ മഴ തകർത്തുകൊണ്ടേയിരുന്നു. എങ്ങും കൂരിരുട്ടും തകർപ്പൻ മഴയും. വീടുകൾ മഴയിൽ മുങ്ങിത്തുടങ്ങി. മരങ്ങൾ കടപുഴകി. മലകൾ ഇടിഞ്ഞു താണ് വെള്ളത്തിലൊലിച്ചു. പാറക്കെട്ടുകൾ വെള്ളത്തിൽ ഒഴുകി നീങ്ങി. നിമിഷമെന്നോണം ഉയർന്നു പൊങ്ങുന്ന വെള്ളം. പക്ഷേ ആ ജലനിരപ്പിനെ അനുസരിച്ച് ഉയർന്നുയർന്ന് രക്ഷപ്പെട്ടു നിൽക്കുകയാണ് സത്യവ്രതൻ. സത്യവ്രതനെ പേടികൊണ്ട് നാവ് അനക്കാനായില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും നിർജീവമായ അവസ്ഥ. അപ്പോഴേക്കും അതാ ആ കൂരിരുട്ടിൽ ഒരു ദിവ്യപ്രകാശം. ഒരു തോണിയിൽ സപ്തർഷികൾ വരികയാണ്. സത്യവ്രതനെ കൊണ്ടുപോകാനായിട്ടാണ് സപ്തർഷികൾ തോണിയുമായി എത്തിയത്. സത്യവ്രതൻ തോണിയിൽ കയറി. സപ്തർഷികളും സത്യവ്രതനും വഞ്ചിയിൽ ഭയപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്നതാ മുന്നിൽ പ്രളയജലത്തിൽ മത്സ്യാവതാരമൂർത്തിയായി ഭഗവാൻ ഭീമാകൃതി പൂണ്ട് നീന്തിക്കളിക്കുന്നു. 1,00,000 യോജനയാണ് മത്സ്യത്തിൻ്റെ വലിപ്പം. ഒരു കൊച്ചു ദ്വീപ് പോലെ മത്സ്യാവതാരമൂർത്തി കരകാണാ കടലിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നു. ഭഗവാന്റെ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്നുണ്ടാകുന്ന പ്രകാശമാണ് അന്ധകാരം അകറ്റുന്നത്. ആ പ്രകാശത്തിൽ സത്യവ്രതൻ ലോകം കാണുന്നു. സത്യവ്രതൻ്റെ മോഹം ഭഗവാൻ സാധിപ്പിച്ചു. തന്നെ വളർത്തി വലുതാക്കിയ ആ ഭക്തനെ മറക്കാൻ ഒക്കുമോ? പ്രളയജലത്തിൽ വഞ്ചി സുരക്ഷിതമല്ല. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് സന്തുഷ്ടരായ മഹർഷിമാർ മത്സ്യമൂർത്തിയുടെ ഒറ്റക്കൊമ്പിൽ ആ തോണിയെ ബന്ധിച്ചു. ഇനി മത്സ്യമൂർത്തി സഞ്ചരിക്കുന്ന ഇടത്തേക്കെല്ലാം ആ വഞ്ചിക്ക് പോകാം. സത്യവ്രതനും മുനികളും പ്രളയജലത്തിൽ സുരക്ഷിതരായി തന്നെ സഞ്ചരിച്ചു. പ്രളയജലത്തിൽ വഞ്ചി ഉലയാതിരിക്കാൻ വഞ്ചിയെ മത്സ്യത്തിൻ്റെ കൊമ്പുമായി ബന്ധിച്ചത് വാസുകി എന്ന സർപ്പരാജാവിനെ കയറായി ഉപയോഗിച്ചാണ്. മത്സ്യം വഞ്ചിയെയും വഹിച്ചുകൊണ്ട് പ്രളയജലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭഗവാൻ മനുവിനും സപ്തർഷികൾക്കും നൽകിയ ഉപദേശങ്ങളാണ് മത്സ്യപുരാണം. മത്സ്യപുരാണമാണ് ലോകത്തിലെ ആദ്യ പുരാണമായി കണക്കാക്കുന്നത്. പ്രളയജലം ഉയർന്നപ്പോൾ വഞ്ചി ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടിയിൽ എത്തിച്ച് അവിടെയുള്ള ഒരു പാറയിൽ കെട്ടിയിട്ടു. ഈ കൊടുമുടിയാണ് നൗബന്ധന ശൃംഗം എന്നറിയപ്പെടുന്നത്. നൗ എന്നാൽ വഞ്ചി, ബന്ധനം എന്നാൽ കെട്ടിയിടുക. ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായപ്പോൾ ഈ കൊടുമുടി മാത്രം പുറത്ത് കാണാമായിരുന്നു. ഭഗവാൻ മത്സ്യം തൻ്റെ കൊമ്പിൽ കെട്ടിയിട്ട വഞ്ചി ഇവിടെയാണ് സുരക്ഷിതമായി അടുപ്പിച്ചത്. നൗബന്ധന ശൃംഗത്തിൻ്റെ മുകളിൽ ഇന്നും വലിയ കപ്പലുകൾ കെട്ടിയിടാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വലിയ കുഴികളും പാറയിലെ അടയാളങ്ങളും ഉണ്ടെന്ന് കാശ്മീരിലെ നാടോടിക്കഥകളിൽ പറയുന്നുണ്ട്. ആ നൗബന്ധന ശൃംഗത്തിൽ വഞ്ചി സുരക്ഷിതമായി കെട്ടിവച്ച ശേഷം ഭഗവാൻ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുക്കുകയും ബ്രഹ്മാവിന് തിരികെ നൽകുകയും ചെയ്തു. ഇതോടെ പുതിയൊരു കാലഘട്ടത്തിന് തുടക്കമായി. ഇതായിരുന്നു ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യാവതാരത്തിൻ്റെ കഥ. പുരാണങ്ങൾ പ്രകാരം ഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളും പ്രളയജലത്തിൽ മുങ്ങിപ്പോയി. എന്നാൽ ഭഗവാൻ
ആ വഞ്ചിയെ നയിച്ചു കൊണ്ടുപോയത് ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ശൃംഗത്തിലേക്കാണ്. പ്രളയജലം കുറയാൻ തുടങ്ങിയപ്പോൾ ആദ്യം പുറത്തു വന്നത് ഈ കൊടുമുടിയാണ്. അവിടെയാണ് വഞ്ചി ഉറപ്പിച്ചത്. ഹിമാലയത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് വഞ്ചി കെട്ടിയിട്ടതുകൊണ്ടാണ് ആ കൊടുമുടിക്ക് നൗബന്ധന ശൃംഗം എന്ന പേര് ലഭിച്ചത്. കാശ്മീരിലെ ഹിമാലയൻ നിരകളിലാണ് ഈ സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ശാസ്ത്രജ്ഞർ ഹിമാലയത്തിലെ പാറകളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് അവിടെ പണ്ട് സമുദ്രജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹിമാലയം പണ്ട് സമുദ്രത്തിനടിയിലായിരുന്നു എന്നതിന് ശാസ്ത്രം നൽകുന്ന തെളിവാണിത്. നമ്മുടെ പുരാണങ്ങൾ മത്സ്യാവതാരത്തിലൂടെ വർഷങ്ങൾക്ക് മുൻപേ ഈ സത്യം പറഞ്ഞു തന്നു. ഹരേ കൃഷ്ണ.